മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി 2011 മുതൽ 2024 വരെ ചോദിച്ച വിവിധ പരീക്ഷകളിൽ നിന്നുള്ള പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? ഓപ്ഷൻ സി ആണ് റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി ആണ് 1951. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്? ഓപ്ഷൻ ഡി ആണ് കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ? ഓപ്ഷൻ ഡി ആണ് കൃഷി, ജലസേചനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഓപ്ഷൻ സി ആണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? ഓപ്ഷൻ ഡി ആണ് കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? ഓപ്ഷൻ എ ആണ് കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ ഓപ്ഷൻ 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ലക്ഷ്യം കാർഷിക പുരോഗതി. നാലാമത്തെ ഓപ്ഷൻ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. ഇവിടെ നമുക്ക് തെറ്റായ പ്രസ്താവനകളാണ് വേണ്ടത്. ഉത്തരം സി ആണ്. ഓപ്ഷൻ 1ഉം 4ഉമാണ് ശരി. 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു. തെറ്റാണ്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. അതും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല? ഉത്തരം ബി ആണ് വ്യവസായം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിച്ചത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാവസായിക വളർച്ചയ്ക്കും ഗതാഗത വികസനത്തിനും മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ഉത്തരം എ ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഖനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് PC മഹലനോബിസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം? ഉത്തരം എ ആണ് ഹരിത വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം ബി ആണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? ഉത്തരം ഡി ആണ് 4. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൻ്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത്? ഇവിടെ ഉത്തരം
2ഉം 4ഉം ആണ് ശരി. അതായത് 3-ാം പദ്ധതിയും 4-ാം പദ്ധതിയും 9-ാം പദ്ധതിയും 10-ാം പദ്ധതിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം, കാലക്രമ പട്ടിക ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ സമഗ്ര വളർച്ച, രണ്ടാമത്തെ ഓപ്ഷൻ ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, മൂന്നാമത്തെ ഓപ്ഷൻ കാർഷിക വികസനം, നാലാമത്തെ ഓപ്ഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇതിൻ്റെ ഉത്തരം ബി ആണ്. 3, 2, 4, 1. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ഉത്തരം സി ആണ്, 5-ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 5-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, 1974 മുതൽ 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രസ്താവന 2, ഗരീബി ഹട്ടാവോ പരിപാടി നടപ്പിലാക്കി. പ്രസ്താവന 3, ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇവിടെ ഉത്തരം ഡി ആണ്, 5-ാം പഞ്ചവത്സര പദ്ധതി. 6-ാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അത് ഏതാണ്? ഇവിടെ ഉത്തരം ബി ആണ്, മിനിമം നീഡ്സ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ പങ്ക് തിരിച്ചറിഞ്ഞത്? 25-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 7-ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു? ഉത്തരം എ ആണ്, 9-ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ഉത്തരം ഡി ആണ്, 9-ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം ഡി ആണ്, 10-ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് PSC അന്ന് കൊടുത്ത ആൻസർ. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 11-ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക്? ഉത്തരം എ ആണ്, ഓപ്ഷൻ 9%. അടുത്ത ക്വസ്റ്റ്യൻ, 11-ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 7.9%. അടുത്ത ക്വസ്റ്റ്യൻ, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ഉത്തരം എ ആണ്, സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്? ഓപ്ഷൻ ബി ആണ്, 2012 മുതൽ 2017 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഉത്തരം ഡി ആണ്, ഇവയെല്ലാം എന്നാണ് ഉത്തരം. സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്. ഉത്തരം സി ആണ്, ആസൂത്രണ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? ഇവിടെ ഉത്തരം സി ആണ്. 1, 2, 4 ആണ് ശരി. 1, ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2, 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. 4-ാമത്തെ ഓപ്ഷൻ സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2012 ആരംഭിച്ച 2017 അവസാനിക്കുന്ന 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? ഉത്തരം ഡി ആണ്, സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഡി ആണ്, 1ഉം 2ഉമാണ് ശരി. 1, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിനുള്ള വളർച്ച. 2, സ്വാശ്രയത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കുക. ഇവിടെ ഓപ്ഷൻ എ, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 4-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2-ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത്. 3-ാം ഓപ്ഷൻ സി, 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. അടുത്ത ഓപ്ഷൻ 1978 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്? ഓപ്ഷൻ ഡി, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം? ഓപ്ഷൻ ഡി, 12. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950-ലാണ്. ഓപ്ഷൻ ബി, ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഓപ്ഷൻ സി, ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഓപ്ഷൻ ഡി, ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ കാലയളവ് ഏത്? ഇവിടെ ആൻസർ ഡി ആണ്, 1970-കളുടെ മധ്യം മുതൽ 1980-കളുടെ മധ്യം വരെ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും? ഇവിടെ ഉത്തരം സി ആണ്, 8.1%, 7.7%. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി? ഓപ്ഷൻ 1, ഹറോൾഡ് ഡോമർ മോഡൽ ആദ്യ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ 2, മഹലനോബിസ് മോഡൽ 2ാം പഞ്ചവത്സര പദ്ധതി. 3-ാം ഓപ്ഷൻ, ദ്രുതവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച 12ാം പഞ്ചവത്സര പദ്ധതി. 4-ാമത്തെ ഓപ്ഷൻ, DP ധർ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി. ഇവിടെ ഉത്തരം ഡി ആണ്, 4ഉം 1ഉം 2ഉം. 4ഉം 1ഉം 2ഉമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്?
ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയ വിജയമായിരുന്നു. വിദേശ നാണ്യ കരുതൽ ക്ഷാമം ഉണ്ടായിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ വേജ് ഗുഡ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടാം പദ്ധതി. മൂന്നാമത്തെ ഓപ്ഷൻ ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ശരി. ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഒന്നാമത്തെ ഓപ്ഷൻ സുസ്ഥിര വികസനം. രണ്ടാമത്തെ ഓപ്ഷൻ മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കൽ. മൂന്നാമത്തെ ഓപ്ഷൻ വിദ്യാലയങ്ങളിൽ ലിംഗ അസമത്വം കുറയ്ക്കുക. നാലാമത്തെ ഓപ്ഷൻ ഇവയെല്ലാം. ഇവിടെ ഉത്തരം ഡി ആണ്, ഇവയെല്ലാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ബി ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ, അതായത് 2012 മുതൽ 2017 വരെ പ്രധാന ആശയം താഴെ പറഞ്ഞവയിൽ ഏതാണ്? ഇവിടെ ഉത്തരം ബി ആണ്, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു? ഹെറോൾഡ് ഡോമർ മോഡൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നക്കൽ തയ്യാറാക്കിയത് KN രാജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? 3ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? 4. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് 1969. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? 9ാം പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ 35.97% ആളുകൾ ദരിദ്രരേഖയ്ക്ക് താഴെയാണ് എന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? ലക്ഡാവാല കമ്മിറ്റി. 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ആയിരുന്നു? 2002 മുതൽ 2007 വരെ. എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത്? 10ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമാക്കിയ എടുത്തിരിക്കുന്നതിന് കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത്? 11th പ്ലാൻ, 11ാം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏത്? നബാർഡ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ്. അടുത്ത ക്വസ്റ്റ്യൻ, PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? സംഖ്യ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.